ശ്രീ പി വി അൻവർ കേൾക്കാമല്ലോ. ശ്രീ പി വി അൻവർ, നമുക്ക് ഈ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂവിൽ നടത്തിയ പരാമർശം അത് ദ ഹിന്ദുവിന് പറ്റിയ പിഴവാണ് എന്ന രീതിയിൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നു. നമ്മൾ അതിനുശേഷം സംസാരിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുകയാണ് ദ ഹിന്ദു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉത്തരം PR ഏജൻസി എഴുതി നൽകി എന്നാണ് ഹിന്ദുവിന്റെ വിശദീകരണം. അതായത് ഇങ്ങനെയൊരു അഭിമുഖം എടുക്കാം, മുഖ്യമന്ത്രിയിൽ നിന്നും ഇങ്ങനെയൊരു അഭിമുഖം എടുക്കാം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു PR ഏജൻസിയാണ് ഹിന്ദുവിനെ സമീപിക്കുന്നതെന്നാണ് ഈ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. അതിൽ പറയുന്നത് പ്രകാരം 2 PR ഏജൻസിയിൽ നിന്നും അത് കെയ്സൻ എന്ന് പറയുന്ന PR ഏജൻസി, ആ PR ഏജൻസിയിലെ 2 പ്രതിനിധികളും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ച ചോദ്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതാകെ കാണുമ്പോൾ എന്താണ് ശ്രീ പി വി അൻവർ താങ്കൾക്ക് തോന്നുന്നത്? മുഖ്യമന്ത്രിയെ അങ്ങോട്ട് സമീപിച്ചുകൊണ്ട് ഹിന്ദു നടത്തിയ ഒരു അഭിമുഖമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേശീയ പത്രത്തിന് അഭിമുഖം സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു PR ഏജൻസി ഇതിനിടയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ ഈ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സഖാവ് AK ബാലന്റെ ചില പ്രസ്താവനകൾ, പി വി അൻവർ ഹിന്ദു 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 എന്നിങ്ങനെ പറയുമ്പോൾ അത് ഹിന്ദുക്കളുടെ ഒരു പത്രമായതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന രീതി കൂടി അദ്ദേഹത്തിൻ്റെ ഭാഷയിലുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട AK ബാലനോട് പറയാനുള്ളത്, എൻ്റെ പിതാവ് 950 ശേഷം ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ 3ലും 4ലും പഠിക്കുമ്പോൾ ഏകദേശം ഒരു 67 ഒരു 72 72 75ൻ്റെ ഇടയിൽ അന്ന് എൻ്റെ വീട്ടിൽ വരുന്ന പത്രം ഹിന്ദുവാണ്. അന്ന് നേരിട്ട് പത്രമില്ല. ബോംബെയിൽ നിന്ന് വരുന്ന ട്രെയിനിൽ ഈ പത്രം കോഴിക്കോട് എത്തിച്ച് 4-5 ദിവസത്തെ പത്രം ഒരുമിച്ച് ഇവിടുന്ന് ആളെ വിട്ട് സ്റ്റേഷൻ മാസ്റ്റർ നിന്ന് കളക്ട് ചെയ്തിട്ടായിരുന്നു എൻ്റെ പിതാവ് ഹിന്ദു പത്രം എൻ്റെ വീട്ടിലെത്തി വായിച്ചിരുന്നത്. അപ്പോൾ AK ബാലൻ ഹിന്ദു പത്രം കാണുന്നതിന് മുമ്പ് ഞാൻ 3ലോ 4ലോ പഠിക്കുന്ന കാലത്ത് ഈ ഹിന്ദു പത്രം കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അത്ര വിവരമില്ലെങ്കിലും ചെറിയൊരു വിവരം പി വി അൻവറിനുണ്ട് എന്ന കാര്യം അദ്ദേഹത്തെ ആദ്യമായിട്ട് അറിയിക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോലാഹലമാണല്ലോ. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഇതിങ്ങനെ തെറ്റ് പറ്റിയതാണ്, PR ഏജൻസിക്ക് നടത്തിയ ഒരു തരികിടയാണ് എന്ന് പറയുന്നത് ഇന്ന് ഉച്ചക്കാണ്. ഈ പത്രം ഇന്നലെ രാവിലെ 5 മണിക്ക് കേരളത്തിലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ PR ഓഫീസ് ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ രാത്രി 8:30 മണിക്കാണ് ഈ വിഷയം ഞാൻ പൊതുജനമധ്യത്തിലെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും സമയങ്ങൾ കടന്നുപോയി. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് കണ്ടില്ല എന്ന് തന്നെ വെക്കാം. രാത്രി 8:30 മണിക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. എന്തേ ഒരു തിരുത്തു കൊടുക്കാതിരുന്നത്? അതിന്റെ ഒരു രീതി മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആദ്യത്തെ വാർത്താക്കുറിപ്പ് വരുമ്പോൾ ദ ഹിന്ദുവിന് കുഴപ്പം പറ്റി, പിഴവ് പറ്റി, ഹിന്ദുവിന്റെ എഡിറ്റർ ഇതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നായിരുന്നല്ലോ ആ വാർത്താക്കുറിപ്പ്. അപ്പോൾ ആ ഘട്ടത്തിൽ അതിൽ PR ഏജൻസി ഒന്നുമില്ല, PR ഏജൻസിയെ കുറിച്ച് നമ്മൾ ആർക്കും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഹിന്ദുവിന്റെ ഖേദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അതൊക്കെ അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്ന ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുന്ന എപ്പോഴാ? ഇപ്പൊ ഇവർ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഖേദമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴല്ലേ ഞാൻ ചോദിക്കുന്ന, ഇന്നലെ രാവിലെ 5:30 മണിക്ക് ഇറങ്ങിയ 5 മണിക്ക് ഇറങ്ങിയ പത്രം ഇന്നലെ രാത്രി 8:30 മണിക്ക് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിലിടുന്നു, ജനമിതറിയുന്നു. ആ ഒരു സമയത്തിനിടയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ്, CM ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വരെ തയ്യാറായില്ല? അവിടെയല്ലേ ഇതിന്റെ കള്ളക്കളി. രണ്ടാമത്തെ കാര്യം, ഇന്ന് മലയാള മനോരമ പത്രം. ഒറ്റ മിനിറ്റ് ശ്രീ പി വി അൻവർ, താങ്കൾ ആ ഖേദപ്രകടനം വായിച്ചോ? ഹിന്ദുവിന്റെ ഖേദപ്രകടനം വായിച്ചിരുന്നോ? ഞാനിപ്പോ കണ്ടു. അതിനെന്താ പറയുന്നത്? അത് നോക്കൂ, ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു എന്നത് സാങ്കേതികമായി നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് അതിൽ വ്യക്തമായി പറയുന്നു. അത് എഴുതി നൽകുകയായിരുന്നു. അന്നത്തെ പ്രസ്താവന എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നത് തെറ്റായി പോയി എന്നാണ് ഇപ്പോൾ ഹിന്ദു പറയുന്നത്. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് ആരുടെ താല്പര്യം? PR ഏജൻസി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് CM അറിയാതെയാണോ? ചോദ്യങ്ങൾ അതൊക്കെ ഇല്ലേ?
എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് PR ഏജൻസിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ഒരു PR ഏജൻസി ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത്? ഹിന്ദുവിലെ ഒരു ലേഖികയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അല്ല, അത് സ്മൃതി നിൽക്കുന്ന ആംഗിളാണ്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ എൻ്റെ ആംഗിൾ പറയട്ടെ. എൻ്റെ ആംഗിൾ വളരെ ക്ലിയറാണ്. ഇന്നലെ രാവിലെ ഇറങ്ങിയ പത്രം രാത്രി 8:30 മണിക്ക് ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഇന്ന് അതും കഴിഞ്ഞ് ഇന്ന് ഉച്ചവരെ ഇത് ക്ലാരിഫൈ ചെയ്യാൻ നിൽക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ആ പത്രത്തിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രം അപ്പം പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ? ഇന്നലെ രാവിലെ പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. അതിൽ തന്നെ ഇത് കള്ളക്കളിയാണെന്നറിയില്ലേ? ഇനിയിപ്പോൾ ഹിന്ദു ഇറക്കി എന്ന് പറയുന്ന ഈ ഖേദപ്രകടനം അത് ശരിയാണോ എന്ന് വേറെ അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഹിന്ദു പത്രത്തെ നമുക്ക് വെല്ലുവിളിക്കാം. ഇന്നിവിടെ മലയാള മനോരമ പത്രം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു 3/4 മണിക്കൂർ ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം എഴുത്തു മാധ്യമങ്ങളെ ഞാൻ ഭയപ്പെടാം. കാരണം ഞാൻ പറയാത്തത് പറഞ്ഞെന്ന് പറയും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ ലൈവിൽ മാത്രം വരുന്നത്. അപ്പോൾ അവരത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്താൽ പോയത്. എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ PR ഡിപ്പാർട്ട്മെൻറ്റ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഹിന്ദു ആ റെക്കോർഡൊന്ന് പുറത്തു വിടട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ടാവുമല്ലോ. അപ്പം ഇനി അതൊക്കെ വെട്ടിത്തിരുത്തി ഇത് ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി ഉയർന്നു വരുമെന്ന് അപ്പോൾ അദ്ദേഹം കരുതിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മനസ്സിലുള്ള മലപ്പുറത്തിൻ്റെ ക്രിമിനൽ സ്വഭാവം, ഒരു സമുദായത്തെ ഒന്നടങ്കം ഈ പറഞ്ഞ രീതിയിൽ ചാപ്പയടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രത, ആ വ്യഗ്രത അദ്ദേഹം ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. എന്നെ കുറ്റവാളിയാക്കുന്ന ആ പത്രസമ്മേളനത്തിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും കേസുകൾ പിടിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്താ കാരണം? ആ എയർപോർട്ടിൻ്റെ മുറ്റത്തിട്ടാണ് പിടിക്കുന്നത്. ആ മുറ്റത്തിട്ട് പിടിക്കുന്ന കരിപ്പൂർ പോലീസാണ് കേസ് എൻഡോസ് ചെയ്യുക. അത് പറയാതെ അതിലെ കൊണ്ടുവന്ന പാസ്പോർട്ടിലെ അഡ്രസ്സ് പ്രകാരം ഏത് ജില്ലക്കാരാണോ അവരാണ്, ആ ജില്ലയിൽപ്പെട്ടവനാണ് ആ പാസഞ്ചർ. അതിൽ ഈ നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട്. അറിവില്ലാത്തതുകൊണ്ടാണോ? നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട്. അതാണല്ലോ ദേശവിരുദ്ധ പ്രവർത്തനം. നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ അല്ല. അതെ 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 ആ ദേശവിരുദ്ധ പ്രവർത്തനം ഈ പോലീസ് കണ്ടെത്തണ്ടേ? ഈ പിടിച്ച സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കേണ്ടത് ആരാ? ഈ സ്റ്റേറ്റ് പോലീസല്ലേ? ഈ ഡാൻസ് ഓഫ് ടീമല്ലേ? ചെയ്തോ? കസ്റ്റംസ് ആണെങ്കിൽ വെറുതെ ഇരിക്കുമോ? കൊടുത്ത് വിട്ടൽ പോയി അന്വേഷിക്കും. കൊടുക്കുന്നവനെ അറസ്റ്റ് ചെയ്യും, കേസിൽ ബുക്ക് ചെയ്യും. 108 പ്രകാരമുള്ള കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻ്റ് എടുക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ വാലിഡാണ്. അവൻ കുറ്റവിചാരണ ചെയ്യപ്പെടും, ജയിലിലടക്കപ്പെടും. ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വർണം മാത്രം അടിച്ചു പോവുക, വേറെ ഒരു കടലാസുമില്ല. എന്താണ് മുഖ്യമന്ത്രി അന്ന് നടത്തിയ പത്രപ്രസ്താവന? ഇതിൻ്റെ എല്ലാ നിയമവും വകുപ്പും അനുസരിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളെ കൊണ്ട് സർക്കാർ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ള രീതിയിൽ കൃത്യമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടത് നടത്തിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്? അന്ന് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയെക്കുറിച്ച്. ഞാൻ 2 ദിവസം ഉണ്ടാകാൻ നടന്നു. ഇത് ആ ഒരു രീതിയിലേക്ക് പോകണ്ടെന്ന്. ഇപ്പം എന്താ സ്ഥിതി? എന്നെ വർഗീയവാദിയാക്കുക. എൻ്റെ സ്മൃതി കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. എത്ര ഹൈന്ദവ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരെ അവർ സംഖ്യയാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ രീതിയിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അവനെ പുറത്താക്കി. അവൻ ഹിന്ദു ആണെങ്കിൽ എന്താ പിന്നെ ദേശാഭിമാനി വരുന്ന പ്രസ്താവന? അവൻ സംഖ്യയാണ്, അത് പുറത്താക്കി. ഒരു മുസൽമാൻ പോയാൽ അവൻ വർഗീയവാദിയാണ്, അവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്, അവൻ സുഡാപ്പിയാണ്. എത്ര ആളുകളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന വർഗീയ സംഘടനകൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി. ഇതല്ലേ ഇവരുടെ നിലപാട്? ശരി, നമുക്ക് ഈ അഭിമുഖത്തിലേക്ക് തന്നെ വന്നാലോ ശ്രീ അൻവർ? അതിൽ ഈ മലപ്പുറത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ ഖൈസൻ എന്ന് പറയുന്ന വാർത്താ ഏജൻസി ആ ഏജൻസിക്ക് എന്താണ് ഇതിൽ താല്പര്യം? ആ ഏജൻസി ഈ കാര്യം ഉൾപ്പെടുത്താൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അതുകൂടി ചേർക്കേണ്ടതുണ്ട്, ആ വാർത്താ സമ്മേളനത്തിൽ ആ കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട് എന്ന്. മുഖ്യമന്ത്രി PR ഏജൻസിയില്ല. ആ PR ഏജൻസിക്ക് മുഖ്യമന്ത്രിയുമായി എന്ത് ബന്ധം? ഖൈസം, താങ്കൾ കേട്ടിട്ടുണ്ട് ഈ ഏജൻസിയെ കുറിച്ച്? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ,
മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്താൻ ഒരു PR ഏജൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം തീരെ സമ്മേളനങ്ങൾ നടത്താത്ത വ്യക്തിയാണ്. ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പത്രമാധ്യമ പ്രവർത്തകർ കെഞ്ചുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു PR ഏജൻസി വന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഇത് ചെയ്യേണ്ട വല്ല ഗതികേടും കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്കുണ്ടോ? എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ പച്ചക്കള്ളല്ലേ? പച്ചക്കള്ളം. എത്ര കാലം ഇങ്ങനെ പറ്റിക്കാൻ കഴിയും? ഈ PR ഏജൻസി ആരുടേതാണ്, എന്താണ് എന്നൊക്കെ ഒന്ന് വിശദമായി അന്വേഷിക്കേണ്ടതല്ലേ ശ്രീ PV അൻവർ? കാരണം ഈ ദ ഹിന്ദുവിന്റെ വിശദീകരണം ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആ വിശദീകരണം വന്നിരിക്കുന്നത്. PR ഏജൻസിയുടെ തലയിലേക്ക് വിവാദമുണ്ടാകുമ്പോൾ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണോ എന്ന ഒരു സംശയം കൂടി അതിലുണ്ട്. അതിലൊരു വ്യക്തത വേണ്ടതല്ലേ? ഇനിയിപ്പോൾ തിരിച്ചാണെങ്കിൽ ഹിന്ദുവിന്റെ ന്യായീകരണം തെറ്റാണെങ്കിൽ. എന്റെ സ്മൃതി, നിങ്ങളത് അന്വേഷിച്ചൊന്നും പോകണ്ട. കഥയും തിരക്കഥയും സംവിധാനവും ഒരുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒറ്റ കാര്യം ഞാൻ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനോട് പറയാനുള്ളത്, ഈ കണ്ടു കാണപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഈ PR-ഉം ഇപ്പം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഏജൻസികളെല്ലാം കൂടെ ആണ് ഒലിച്ച് ഈ മുഖ്യമന്ത്രിയായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെ വിനീതമായി പാർട്ടിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദയവായി അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കണം. ഈ പാർട്ടിക്ക് വേറൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താലോ? അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്നൊന്ന് മാറി നിന്ന് പാർട്ടിയുടെ പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും സംയുക്തമായി നടത്തി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് തയ്യാറാവണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതിൽ ഇടപെടണം എന്നൊരു റിക്വസ്റ്റാണ് സത്യത്തിൽ എനിക്ക് കേരളത്തിലെ സഖാക്കൾക്ക് വേണ്ടിയിട്ടും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ PV അൻവർ, ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി ഇതിലൊരു വിശദീകരണം നൽകുമെന്ന് കേൾക്കുന്നുണ്ട്. ഉറപ്പില്ല സമയത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ കൈസൻ PR ഏജൻസി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് കേട്ടോ. അവാർഡ് വിന്നിംഗ് PR ഡിജിറ്റൽ മീഡിയ ഏജൻസി എന്നൊക്കെയാണ് അവരുടെ സൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്താ ഏജൻസി ദ ഹിന്ദുവിനെ സമീപിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തു തരാം, ഞങ്ങളുടെ 2 പ്രതിനിധികൾ കൂടി ഉണ്ടാകുമെന്ന്. ഇതൊക്കെ ഒരു നാടകീയമായി തോന്നുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തന്നെ കുരുക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടല്ലോ. അല്ല, അത് മുഖ്യമന്ത്രിയെ കുരുക്കാനൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവരിത് ചെയ്തിട്ടുള്ളത് PR ഏജൻസി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ PRD വകുപ്പ് അവരെന്താ ചെയ്യേണ്ടിയിരുന്നത്? അവർ കേരളത്തിൽ ഇഷ്ടംപോലെ പത്രമാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. അവർക്കൊരു പത്രസമ്മേളനം കൊടുത്താൽ എന്താ, അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല, അല്ലെങ്കിൽ നേർക്കുനേരെ ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആംഗിൾ അത് മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് ഈ പത്രം കൊണ്ടുപോയി കേന്ദ്രത്തിലെ BJP നേതാക്കന്മാരെ സംതൃപ്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഈ PRD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് കൊണ്ടുപോകാനുള്ളൊരു ഡോക്യുമെൻ്റായി ഈ പത്രത്തെ മാറ്റുകയാണ്. എന്തിന്? മുഖ്യമന്ത്രിക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധം പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റായിട്ട് ഈ ഹിന്ദു പത്രത്തെ മാറ്റുക, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റുമായി മുഖ്യമന്ത്രിയുടെ ദൂതന്മാർ ഈ പറയുന്ന BJP ഓഫീസിലും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലൊക്കെ പോയി കാണിച്ചു കൊടുക്കുക. അദ്ദേഹം കണ്ടോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇതാണ് എന്ന് അവരെ സന്തോഷിപ്പിക്കണം. ആ സന്തോഷിപ്പിക്കാനൊരു വഴിക്കപ്പുറം എന്താണ് സ്മൃതി ഇത്? എന്താണിത്? എൻ്റെ കോമൺ സെൻസ് അങ്ങനെയാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കത് മനസ്സിലാവുമോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അത് അവരാലോചിക്കട്ടെ. ഇനിയിപ്പോൾ ഈ വിവാദം കൈവിട്ടു പോയിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇതിലൊരു വിശദീകരണം നൽകുമ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് ചാടുന്നത്. മുഖ്യമന്ത്രിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹം ഇതിൽ പ്രതികരിക്കുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഒരു PR ഏജൻസി വന്ന് ദ ഹിന്ദുവിനെ സമീപിക്കുന്നു, മുഖ്യമന്ത്രി അഭിമുഖം എടുത്തു നൽകാമെന്ന് പറയുന്നു, ഞങ്ങളുടെ 2 പ്രതിനിധികൾ കൂടി അതിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ആ PR ഏജൻസി ഈ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്ത ഭാഗമാണ് അത് എന്നുള്ളതാണ്.
മുഖ്യമന്ത്രി തന്നെ അതിൽ ഈ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന വാക്കല്ല എങ്കിലും നാടിനാപത്താകുന്ന പ്രവർത്തനം എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ മലയാളം എന്നുള്ളത് ദേശവിരുദ്ധ പ്രവർത്തനമാണല്ലോ, അതാണ് ആ റിപ്പോർട്ടിലും ഉള്ളത്. അതിനെയാണ് ഇപ്പോൾ ഖണ്ഡിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ആരുടെ താല്പര്യം ഇത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ താങ്കൾ പറയുന്ന പോലെ BJPക്ക് ഉപയോഗിക്കാവുന്ന ഒരു വടിയായി അത് മാറുന്നു. ഈ ഏജൻസിയുടെ പിതൃത്വം കൂടി പരിശോധിക്കേണ്ടി വരും അല്ലേ? അല്ല, അത്രയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു ഏജൻസിയൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യം? അത് വ്യഹക വ്യായാമം എന്നല്ലാതെ എന്താ? പൂരം കലക്കിയത് ആരാണെന്നും പൂരം കലക്കിച്ചത് ആരാണെന്നും ആർക്കറിയാത്തത്? കേരളത്തിലെ 5 വയസ്സായ കൊച്ചു കുട്ടിക്ക് പോലും അറിയില്ലേ? അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. 2024 ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ ADGP അജിത് കുമാർ, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നുള്ള കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടിക്കും എല്ലാ നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ വാർത്ത വായിക്കുന്ന നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ നാട് കേൾക്കുന്ന ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആർക്കാ ബോധ്യപ്പെടാത്തത്? ഒരു മുഖ്യമന്ത്രിക്ക് മാത്രം അല്ലേ? പൂരം കലക്കിയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ പറയുന്ന ADGP അജിത് കുമാറിനെ കുറിച്ചൊരു വിവരമില്ല, ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഹിന്ദു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വേറെ ആരോ PR ഏജൻസി എഴുതി ചേർത്താന്ന് പറയുക. ഇതൊക്കെ ഇനി എത്ര കാലം നടക്കും സ്മൃതി? എത്ര കാലം? ഇത് എന്താ പറയുന്നതെന്ന്? എങ്ങോട്ടേക്കാ ഈ പോക്ക്? എവിടെ ചെന്ന് അവസാനിക്കും ഈ പാർട്ടി? പിന്നെ ഒരു അന്തവുമില്ലാത്ത ഈ പറയുന്ന സഖാവ് ബാലനെ പോലുള്ള ആളുകളാണ് ഇത് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. ഹിന്ദു പത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വം താങ്കളെ മത തീവ്രവാദിയാക്കാനുള്ള ശ്രമം ആ വരിയിൽ വേണമെങ്കിൽ വായിക്കാം. അതിലപ്പുറം തന്നെ മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ മലപ്പുറം എന്നല്ലാതെ പിന്നെ എന്ത് പറയും എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മറിച്ചുള്ള പ്രതികരണങ്ങൾ മറ്റു നേതാക്കളിൽ നിന്നും വന്നത്. അതായത് കുഴപ്പമാകുന്നു എന്ന് കണ്ട ശേഷം വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് വന്നു. അതിനുശേഷമാണല്ലോ ഈ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. ആ വാർത്താക്കുറിപ്പിനുള്ള ഹിന്ദുവിന്റെ മറുപടിയാണ് കൂടുതൽ കുഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ രാജാവിനേക്കാളും രാജഭക്തി കാണിക്കുന്നത്? ബാലൻ സഖാവിൻ്റെ ഒരു പ്രശ്നം അതാണല്ലോ. അപ്പോൾ ആക്ഷേപിക്കുക. ഞാനിപ്പോൾ ഇന്ന് കത്ത് പുറത്തുവിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത ശശിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അഡ്വക്കേറ്റ് അനിൽകുമാർ ഇന്നലെയൊക്കെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു സംശയം, ഇപ്പോൾ ഇന്നത് വിട്ടതിന് ശേഷം എനിക്കൊരു സംശയം, ഇതെന്നെ കൊണ്ട് വിടിയിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും അനിൽകുമാറിൻ്റെ സ്വാധീനം ചെലുത്തിയോന്ന് അതിന് ശേഷം ഞാനിങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്. അതും പരിശോധിക്കേണ്ടിടത്തേക്കാണ്. ഈ രീതിയിൽ പോയിട്ട് ഇത് എവിടെ എത്തും ഈ ഗവൺമെൻറ്? ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഈ കാര്യങ്ങൾ നടന്നുപോണ്ടേ? ഒരു ഗവൺമെൻറ്റിനും ഒരു പാർട്ടിക്കും ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾക്ക് കാലാകാലം മറുപടി പറയുകയും അതിനെ എന്താ പറയുക പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി, ഒരു സംവിധാനം മാത്രം മതിയോ? ഇതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കേരളത്തിലെ ജനം പ്രതീക്ഷിക്കുന്നത്? ആ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ ഇരിക്കാൻ യോഗ്യതയായവരാരും കേരളത്തിലില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ? ഇല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താ ഞാനൊന്ന് മാറിത്തരാം, നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചൂടെ? ഒന്നുമില്ല. ശ്രീ പി വി ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറയാൻ സാധ്യത, കാരണം ആദ്യത്തെ വാർത്താക്കുറിപ്പിൽ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തു ദ ഹിന്ദു എഡിറ്റർ മാപ്പ് പറയണമെന്നാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാമല്ലോ. താൻ ഉദ്ദേശിച്ചതല്ല ഈ അഭിമുഖത്തിൽ വന്നിരിക്കുന്നത്, അത് തിരുത്തുകയാണ്. ഉദ്ദേശിച്ചതല്ല എന്ന് പറയുമ്പോൾ ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗം ചേർക്കാൻ PR ഏജൻസിയുടെ ആളുകൾ പറഞ്ഞനുസരിച്ച് ദ ഹിന്ദു ചെയ്തതാണ്. അപ്പോൾ ഒരു വിശദീകരണം, അങ്ങനെ ഒരു വിശദീകരണം വന്നാൽ അതും സ്വീകാര്യമാകില്ല എന്നാണോ? അല്ല, ആ വിശദീകരണത്തിൻ്റെ ഒരു കാര്യമില്ല. ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിക്കുകയാണ്. ആ CD ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ CD സംവിധാനം ഇവരൊന്ന് പുറത്തുവിടട്ടെ, അല്ലെങ്കിൽ എനിക്കൊന്ന് തരട്ടെ. കട്ട് ചെയ്തിട്ടോ ഉണ്ടോ ഇല്ല എന്നത് ലാബ് ടെസ്റ്റ് നടത്തിയാൽ അറിയാലോ. ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ വീഡിയോ അവർ പുറത്തുവിടട്ടെ. ആ വീഡിയോയുടെ ഒരു കോപ്പി PV അൻവർ തരണം. ആ വീഡിയോയിൽ കട്ട് ചെയ്യലും കൂട്ടിച്ചേർക്കലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ ഫോറൻസിക് സംവിധാനം ഉണ്ടല്ലോ. ഇപ്പം ഇത്രയൊക്കെ ബോധ്യപ്പെടുത്തിയല്ലോ പൊതുസമൂഹത്തെ.
ഈ പറയുന്ന PR ഏജൻസി എഴുതി ചേർത്തതാണെന്ന്. എന്നാ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നു. ഒരു കോപ്പി എനിക്ക് തരട്ടെ, ആ യഥാർത്ഥ റെക്കോർഡ് പുറത്തു വിടട്ടെ, നമുക്കൊന്ന് ഒരു ഫോറൻസിക്കിന് കൊടുത്തു നോക്കാം. തയ്യാറുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? പച്ചക്കള്ളല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ റിപ്പീറ്റേഷൻ അല്ലേ ഹിന്ദുവിൽ വന്നത്? ഇതൊരു പുതിയ സംഭവമാണോ? അതിൽ തന്നെ അത് ക്ലിയർ അല്ലേ സ്മൃതി? എന്തിനാ വെറുതെ എങ്ങനെ നമ്മൾ പറയുന്ന സമയം? എന്റെ ഒരു സംശയം ശ്രീ PV അൻവർ, മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന രൂപത്തിൽ മാറിയിട്ടുണ്ടോ? താങ്കൾക്ക് പിണറായി വിജയൻ ഒരു വർഗീയവാദിയാണ് എന്നൊരു അഭിപ്രായമില്ലല്ലോ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, താങ്കളുടെ പോയിന്റ് ഇതാണ്, ഈ RSSന് വഴങ്ങുന്നു, അല്ലെങ്കിൽ RSSനുമായി ഈ ചർച്ചകളൊക്കെ ADGP നടത്തുന്ന ഇടനിലക്കാരനായിട്ടാണ്, അത് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് എന്ന്. അപ്പോൾ ആ കേസുകളൊക്കെ അതിനു മുൻപും ഉണ്ടല്ലോ. ആ ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി ഇവിടെ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, വിവിധ ന്യൂനപക്ഷ സംഘടനകളുമായി ചർച്ച നടത്തുന്നു. ഇവിടെ പ്രതിഷേധ പരിപാടികളിൽ സമസ്തയിൽ ഒരു വിഭാഗം തന്നെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പരിപാടികളിൽ ആദ്യമായി പ്രതികരിക്കുന്ന CPM ആണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ തുറന്നു പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എപ്പോൾ മുതൽ മാറി എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെയാണ് വലിയ മാറ്റം ഉണ്ടാകുന്നത്, തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഇല്ല. പക്ഷേ ഒരു വർഗീയവാദികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെരിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥാവിശേഷം പിണറായി വിജയന് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്, അതൊരു സത്യമാണ്. അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നേർക്ക് ഈ ആക്രമണം, കേന്ദ്ര ഗവൺമെൻറ് ആക്രമണം വരും എന്ന് ഭയപ്പെടുന്നത്? ഒരു ഭയം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്, ഒരു തർക്കമോ കാര്യത്തിലില്ല. ആ പിന്തുടരുന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന അജിത് കുമാറിനെയും ഈ P ശശിയെയും ഒക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഇല്ല എന്ന് വിശ്വസിക്കുന്നതന്നെയാണ്. പക്ഷേ മലപ്പുറത്തെ മുസ്ലിങ്ങളെ വർഗീയവാദികളും തീവ്രവാദികളുമായി RSSന്റെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ ചിത്രീകരിച്ചെങ്കിലേ തനിക്ക് രക്ഷയുള്ളൂ എന്ന തോന്നൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനുണ്ടാവുന്നത്? ആ ഒരു തോന്നൽ, ആ ഒരു ഭയം, അതാണല്ലോ ഇതിൻ്റെയൊക്കെ കാരണം, ഇതിൻ്റെയൊക്കെ മൂല കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്, ഒരു തർക്ക കാര്യത്തിലില്ല. അത് സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലെ പ്രധാന ഒരു കണ്ണിയാണ് P ശശി, അതിൽ രണ്ടാമത്തെ കണ്ണിയാണ് ADGP അജിത് കുമാർ, അതിൽ മൂന്നാമത്തെ കണ്ണിയാണ് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് IPS, അതിൽ നാലാമത്തെ കണ്ണിയും അഞ്ചാമത്തെ കണ്ണിയും ആരാണ് എന്ന് പാർട്ടി അന്വേഷിച്ചോട്ടെ, എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അതിൻ്റെ മുമ്പ് ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പാർട്ടി എടുത്തോട്ടെ. അത്രയേ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റൂ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ നോക്കൂ, മലപ്പുറത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ തന്നെ അതിലെ ഭാഗം കൂടി എടുത്തു ചേർക്കൂ എന്ന് PR ഏജൻസി പറഞ്ഞതിനെ വേണമെങ്കിൽ സംശയിക്കാം. കാരണം ഇപ്പോൾ ദുർവ്യാഖ്യാനം എന്ന വാക്കാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് വന്ന വാർത്ത നോക്കൂ. ടു റിജക്ട് MLA PV Anwar's allegations about the nexus between police and gold smuggling mafia, Pinarayi also read out a detailed list of police action in which they confiscated smuggled gold and hawala money from Malappuram district. In 2022, all over the state, police had confiscated 79.9 kgs of gold in 98 cases. In 2023, 48 kg of gold was seized in 61 cases, and in 2024, 18.1 kg in 26 cases. അങ്ങനെ പോകുന്നു. അതിന് അവസാനം in this the quantity of gold confiscated in Malappuram was 124.47 kg. From 2020 till now, a total of 122.5 crore was confiscated as hawala amount from all over the state, and in this 87.22 crore was confiscated from Malappuram എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മലപ്പുറത്തെ ആ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ദുർവ്യാഖ്യാനമില്ല, വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ തന്നെ അതിൽ ചേർക്കുന്നു. അല്ല, അതെ അതെ, അത്രയേ ഉള്ളൂ. മാത്രമല്ല, ഞാൻ പറയട്ടെ, കുറച്ചൊരു നീതിബോധം അദ്ദേഹം ഈ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കായിരുന്നെങ്കിൽ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിക്കോ. അതിന്റെ സ്റ്റാർട്ടിങ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് പറയുന്നതിന് പകരം
അവിടെ പറയേണ്ടത് എന്തായിരുന്നു? ഫ്രം കരിപ്പൂർ എയർപോർട്ട് പ്രിമിസസ് അല്ലേ? അതെ അതെ. മലപ്പുറം തന്നെയാ പറയുന്നത്. അതാണല്ലോ എന്റെ കറക്റ്റ് വാക്ക് അല്ലേ? അതെ. കരിപ്പൂർ എവിടെയാണ്? മലപ്പുറത്തല്ലേ എന്നുള്ളതാണ് എ കെ ബാലന്റെ ചോദ്യം. ബാലന് ചോദിക്കാം. ബാലന്റെ വിചാരം ബാലനെ പോലെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്നാണ്. അപ്പോൾ ഫ്രം കരിപ്പൂർ എയർപോർട്ട് പ്രിമിസസ്, അകത്തുനിന്നാണ് ഈ ഫ്രം കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയായിരുന്നു. ഈ പിടിച്ചത് മുഴുവൻ അതിൻ്റെ പ്രിമിസസ് എന്നാണ്. അദ്ദേഹത്തിനൊരു നീതിബോധം, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ഇങ്ങനെ അപലവൽക്കരിക്കണമെന്ന ദുരുദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നല്ലോ, ഫ്രം ദ കരിപ്പൂർ എയർപോർട്ട് പ്രിമിസസ്. അപ്പൊ ഇതെല്ലാം പർപ്പസ്ഫുള്ളിയാണ്. ഈ കണക്കുകൾ പോലീസ് നൽകുന്നതാണല്ലോ. ഹിന്ദു താങ്കൾ ഈ പറയുന്നത് പോലീസിന്റെ വാറോല, ADGPയുടെ വാറോല വായിച്ചു എന്നല്ലേ താങ്കളുടെ വാചകം അതായിരുന്നു. അതെ. അപ്പൊ പോലീസ് നൽകുന്ന വിവരം അതേപടി വായിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് ആലോചിക്കാതെ ചെയ്തതാണെങ്കിലോ? അതെ, അല്ല, അദ്ദേഹം ഒന്നും ആലോചിക്കുന്നില്ല. അദ്ദേഹം ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ആലോചിക്കാനുള്ള എന്താ പറയുക, ആ ഒരു ശേഷി പോലും കുറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയോ അദ്ദേഹത്തിനെ മതിക്കുന്നുണ്ട്. അദ്ദേഹം ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയപ്പെടുത്താവുന്ന എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ചിലതൊക്കെ നടന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ മതിക്കുന്നത്. ആ മതിക്കുന്നതിൻ്റെ പ്രതിഫലനാണ്. അല്ല, അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് ഈ നിമിഷം ഞാൻ പറയില്ല. പക്ഷേ വർഗീയവാദികളെ സഹായിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ. അത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. പൂരം കലക്കിയത് എന്താ, ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്ത ആരെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലേ? ഇതാർക്കാ ബോധ്യപ്പെടാത്തത്? അദ്ദേഹത്തിന് മാത്രം. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാന്നുള്ളത് കേരളത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കാ ബോധ്യപ്പെടാത്തത്? അദ്ദേഹത്തിന് മാത്രം. അവിടെയാണ് വിഷയം. ഇനിയും ഈ പാർട്ടി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരള ഘടകം, കയ്യും കെട്ടി ഇത് നോക്കി നിൽക്കാനാണ് തീരുമാനമെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ഈ കപ്പൽ മുങ്ങിയാൽ പിന്നെ പൊങ്ങുമോ എന്ന് അവർ പരിശോധിച്ചോട്ടെ. ഈ കരിപ്പൂർ എയർപോർട്ടിന്റെ ഒഫീഷ്യൽ നെയിം കാലിക്കറ്റ് എയർപോർട്ട്. അതെ, കാലിക്കറ്റ് എയർപോർട്ടാണ്. കാലിക്കറ്റ് എയർപോർട്ടാണ്. അപ്പൊ പറയേണ്ടത് എന്താ? കാലിക്കറ്റ് എയർപോർട്ട് അല്ല, വേണ്ട. ഞാൻ സ്ഥലത്തിന്റെ പേരും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ നാട്ടുകാർ കരിപ്പൂർ എന്ന് പറയും. നിങ്ങൾ തിരുവനന്തപുരം, എറണാകുളത്തുള്ളവരൊക്കെ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയും. ഇത് രണ്ടിലൊന്ന് പറയാലോ. എവിടെയാ മലപ്പുറം ഡിസ്ട്രിക്ട് എങ്ങനെയാ വരുന്നത്? ഒരിക്കലും ലോജിക്കൽ അല്ലല്ലോ. ഇൻപുട്ട് ചെയ്യല്ലേ, ഇൻപുട്ട്. അതാണ് വിഷയം. അവിടെയാണ് ഈ വിഷയം. എന്നിട്ട് ഇപ്പൊ പച്ചക്കള്ളം പറയാണ്, തെറ്റിപ്പോയതാണെങ്കിൽ ഇന്നലെ രാവിലെ തിരുത്തണ്ടേ? അപ്പൊ പത്രക്കുറിപ്പ് ഇറക്കണ്ടേ? പത്രം ഇറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ രാത്രി 8:30 മണി കഴിഞ്ഞിട്ടാ ഞാൻ പത്രസമ്മേളനം, ഈ മീറ്റിങ്ങിൽ മുതലക്കുളം മൈതാനിയിലെ മാമി കേസിൽ ഈ സാധനം പൊക്കി പിടിക്കുന്നത്. അപ്പിറക്കിയോ? ഇന്ന് ഉച്ചവരെ കാത്തിരുന്നത്? ഇത് ഈ രീതിയിലൊരു ചർച്ച വരുന്നത് കണക്കൂട്ടിയില്ല. അതാ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ PRD ഡിപ്പാർട്ട്മെന്റ്, മൂപ്പരുടെ പേഴ്സണൽ ഓഫീസ്, അവരൊക്കെ ഇങ്ങേരുടെ കാല് വലിക്കാൻ നിൽക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരാരാണെന്ന്. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എനിക്ക് പോകേണ്ടി വന്നാൽ താങ്ങാൻ കഴിയില്ലത്. അതിനൊന്നും ഞാൻ സത്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഞാനീ പറയുമ്പം ഈ ആളുകളത് മനസ്സിലാക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന എന്താ ഞാൻ പറയുന്നത് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അവിടെ ഹയർ ലെവലിൽ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിന് പലർക്കും ഞാൻ ഈ പറയുന്നത് എന്താ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നോക്കാം നമുക്ക്. ഇനി അപ്പോൾ താങ്കൾ തൽക്കാലം ഈ വിഷയങ്ങളിൽ തന്നെ നിൽക്കുന്നു. അതായത് താങ്കളുടെ കയ്യിൽ ഇനിയും ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്, പക്ഷെ തൽക്കാലം ഉപയോഗിക്കുന്നില്ല അല്ലേ? രണ്ട് നിലക്കാണ് ഉപയോഗിക്കുന്നില്ല. രണ്ട് നിലക്കാണ്. ഒന്ന്, ഈ കൊടുത്തു വിട്ടിരിക്കുന്ന, ഇപ്പം ഞാൻ പബ്ലിക്കായി പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്ന് ഒരു പ്രതീക്ഷയില്ല. എന്നാലും വെയിറ്റ് ചെയ്യണമല്ലോ, അത് വെയിറ്റ് ചെയ്യണം. രണ്ട്, ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തു വിട്ടാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനത്തിന് തന്നെ അതിൻ്റെ അടിവേര് തന്നെ ഇളകിപ്പോകും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
കാരണം ഫാസിസത്തെ ഇന്നല്ലെങ്കിൽ നാളെ തടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഖ്യം സംവിധാനം ഈ നാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കൊന്നും ഒറ്റയ്ക്ക് തടുക്കാൻ കഴിയുന്നതല്ല ഈ പറയുന്ന ഫാസിസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇനി ഒരു രക്ഷയില്ല, എന്നെ ലോക്ക് ചെയ്യാനാണ് ഈ തീരുമാനമെങ്കിൽ അപ്പോൾ പിന്നെ എനിക്ക് വേറെ മാർഗമൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ മൂന്ന് ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അത് നമുക്ക് നോക്കാം. താങ്കൾക്കെതിരെ കേസുകളുണ്ട്, അത് ബലപ്പെടുന്നു എന്നുള്ള കാര്യം അറിയാലോ. ഇപ്പോൾ ഫോൺ ചോർത്തൽ കേസ്, ഫോൺ ചോർത്തൽ കേസിന് മുൻപുള്ള കേസുകൾ അതൊക്കെ പൊടി തട്ടിയെടുക്കുന്നു. താങ്കളുടെ പാർക്കിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടിലേക്ക് പോയേക്കാമെന്ന് താങ്കൾ തന്നെ സംശയിക്കുന്നു. അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ നടക്കട്ടെ സ്മൃതി, അതെല്ലാം നടന്നുകൊണ്ടാണ്. നമുക്ക് എനിക്ക് കുഴപ്പമില്ലെന്നേ. യു വിൽ സീ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. വേറൊന്നുകൂടി ഇന്നൊരു പത്രവാർത്തയായി കണ്ടു. ഈ സന്ദീപാനന്ദ സ്വാമി ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താങ്കൾക്ക് പുറത്തേക്ക് തന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്നൊരു അന്വേഷണവും നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥര് ഇതുവരെ നടന്ന അതാണ്. ഇന്നിപ്പോ എൻ്റെ അടുത്ത് വിജിലൻസിന്റെ DYSP ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം ഇപ്പോൾ വന്നിരുന്നു. ഇപ്പോൾ ഇറങ്ങിയുള്ളൂ ഒരു 15 മിനിറ്റ് മുമ്പ്. സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നാ. ഞാൻ ചോദിച്ചു എന്ത് സ്റ്റേറ്റ്മെന്റാണ്? ഈ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് SIT റിപ്പോർട്ട് നാളെ മറ്റന്നാളെ കൊടുക്കണം. ഇതുവരെ എന്നെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. അപ്പം ഇന്നാ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് തരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിയമസഭയിൽ ഉണ്ടാവും ട്രിവാൻഡ്രത്ത്. 4-5 ദിവസം കൂടി ഞാനൊന്ന് നോക്കട്ടെ, അന്ന് കാണാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ. ഇതാണ് വെള്ളരിക്കാപട്ടണം എന്ന് പറയുന്നത്, യഥാർത്ഥ വെള്ളരിക്കാപട്ടണം. നടക്കട്ടെ. അല്ലല്ല, ഒറ്റ കാര്യം കൂടി പി ശശി താങ്കൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അയ്യോ, ഞാൻ ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമോ? ഒന്ന് അറിയിക്കണേ. വിസയൊക്കെ ഒന്ന് പുതുക്കണം. അതെല്ലാം എന്തോ ആയി കിടക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഒരു കേസൊക്കെ എടുത്ത് പോയാലേ രക്ഷയില്ലല്ലോ. നോക്കാം നമുക്ക് സ്മൃതി. ശരി, വളരെ നന്ദി ശ്രീ PV അൻവർ.